നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വെറും സീറോയിൽ നിന്ന് ഹീറോയായ ഒരു വ്യക്തിയുടെ കഥ? എന്നാൽ കേട്ടോളൂ, വേറെ ആരുമല്ലാതെ ലയണൽ മെസ്സി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്ന ലയണൽ മെസ്സിയുടെ കഥ ഒരു വിജയകഥ മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും കഥയാണ്. മെസ്സി ജനിച്ചത് അർജന്റീനയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ്. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ ഡിഫിഷ്യൻസി എന്ന ആരോഗ്യ പ്രശ്നം കണ്ടെത്തി. ഒരുതരം ഉയരം കൂടാത്ത അവസ്ഥ, ശരീരം ദുർബലമാകുന്ന സാഹചര്യം. ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നം ഉള്ളതിനാൽ തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, തൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെ നേടാൻ കഴിയുമെന്ന് ആശങ്ക എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ മെസ്സിക്ക് അങ്ങനെ അല്ലായിരുന്നു. അവൻ മുന്നോട്ട് തന്നെ പോയി. അവനെ പല ക്ലബ്ബുകളും നിരസിച്ചു. നിനക്ക് കഴിയില്ല എന്ന് അവനോട് ഒരുപാട് ആളുകൾ പറഞ്ഞു. പക്ഷേ മെസ്സി ചോദിച്ചത് ഒരു കാര്യം മാത്രമാണ്: എനിക്ക് ശ്രമിക്കാൻ ഒരു അവസരം തരാമോ? അവസാനം ബാഴ്സലോണ അവനെ സ്വീകരിച്ചു. പുതിയ രാജ്യം, പുതിയ ഭാഷ, കുടുംബത്തിൽ നിന്നുള്ള ദൂരം, ഒരുപാട് വെല്ലുവിളികൾ അവൻ നേരിട്ടു. എന്നാൽ മെസ്സി ഒരിക്കലും തൻ്റെ ലക്ഷ്യം മറന്നില്ല. ദിവസേന കഠിനമായ പരിശീലനം, പരാജയങ്ങളെ പാഠങ്ങളാക്കി മാറ്റുന്ന മനസ്സ്, സ്വയം വിശ്വസിക്കുന്ന ധൈര്യം, ഇതിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന മെസ്സി. മെസ്സി നമ്മെയൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: പ്രശ്നങ്ങൾ നിങ്ങളെ നിർവചിക്കില്ല, നിങ്ങൾ അവയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രാധാന്യം. ഇന്ന് നിങ്ങളിൽ ചിലർക്ക് തോന്നാം, എനിക്ക് കഴിയില്ല, ഞാൻ പിന്നിലായി, മറ്റുള്ളവർക്ക് മാത്രമേ വിജയമുണ്ടാകൂ എന്ന്. ഒരിക്കൽ മെസ്സിക്കും ഇങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ന് ലോകം കണ്ട പ്രശസ്ത ഫുട്ബോൾ പ്ലെയറിൽ ഒരാളായി തീരുവാൻ മെസ്സിക്ക് കഴിയുമായിരുന്നോ? അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ സമയവും നിങ്ങളുടെ വിജയവും ഉറപ്പായും വരും. സീറോയിൽ നിന്ന് ഹീറോയായ മെസ്സിയുടെ കഥ നാളെയുടെ വിജയകഥയായി നിങ്ങളുടെ ജീവിതത്തിലും മാറട്ടെ. വിശ്വസിക്കൂ, പരിശ്രമിക്കൂ, ക്ഷമിക്കൂ.